അപ്പോൾ നാസർക്കാരുടെ ഓരോ തമാശ ഫോണ് വന്നിട്ട് തിരിച്ചു വെച്ച്. അപ്പം ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും പെരുന്നാൾ ഡ്രസ്സെല്ലാം എടുത്താൽ? അപ്പം എല്ലാവരും എടുത്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനും പോയി പെരുന്നാൾ കോടിയെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് വാങ്ങാൻ വേണ്ടിയിട്ടല്ല, മോൾക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ മോൾക്ക് പോയിട്ട് ഡ്രസ്സെല്ലാം എടുത്ത് അപ്പം അതിൻ്റെ വീഡിയോസെല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പിന്നെ എനിക്ക് ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് പെരുന്നാളിൻ്റെ തലേന്നാണ് എല്ലാ ദിവസവും കിട്ടൽ. അപ്പം അതുപോലെ ഇപ്രാവശ്യം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഞാൻ സ്വന്തമായിട്ട് വാങ്ങുന്നതിനും കാട്ടി നല്ലത് എനിക്ക് നാസർ ഖാൻ്റെ കയ്യിൽ നിന്ന് പെരുന്നാളിൻ്റെ തലേന്ന് പെരുന്നാൾ കൊടി കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്കെന്താണെന്നറിയില്ല, കല്യാണം വീട്ടിൽ കൂടലെല്ലാം നമ്മൾ പോയി സ്വന്തമായിട്ട് എടുത്താലും പെരുന്നാളിന് നാസർ ഖാൻ്റെ കയ്യിൽ നിന്ന് ചെറുതായാലും അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അധികം എല്ലാവരും ചോദിക്കും, ജോലിക്കെല്ലാം പോകുന്നതല്ലേ, അപ്പോൾ സ്വന്തമായിട്ട് വാങ്ങിച്ചൂടെ, പിന്നെ എന്തിനാണ് ഓറെ ആശ്രയിക്കുന്നത്? അങ്ങനെ എനിക്കിഷ്ടം. എനിക്ക് പെരുന്നാൾ കൂടി നാസർ ഖാൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ അതിൻ്റെ വല്ലാത്തൊരു ഇതാണ്. അപ്പോൾ എല്ലാ കൊല്ലം അങ്ങനെയാണ്, പെരുന്നാളിൻ്റെ തലേന്ന് നാസർ ഖാൻ എനിക്ക് ഡ്രസ്സ് കൊണ്ട് തരുത്തുണ്ട്. അപ്പം ചെറുതായാലോ നൈറ്റി ആയാലോ എന്തെങ്കിലും ചെറിയൊരു ഇതായാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇപ്രാവശ്യം അങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കുന്നു, ഒന്നും അറിയില്ല. പിന്നെ കൂട്ടുകാരെല്ലാം ഡ്രസ്സെല്ലാം വാങ്ങിച്ചോ? അപ്പോൾ അധികാരിയും മടുപ്പിക്കുന്നില്ല. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പം നമ്മളെ വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ പെരുന്നാൾ കൂടി വാങ്ങാൻ പോയതും മോളെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയതിൻ്റെ എല്ലാം വിശേഷങ്ങളായിട്ടാണ്. നോമ്പ് തുറക്കാൻ പോയ കാര്യമൊന്നും പിന്നെ പറയണ്ട. അപ്പം പിന്നെ എന്താ പറയുക, അപ്പം പുതിയ കൂട്ടുകാർ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഈ വരുന്ന അമ്മൂമ്മ നാസർ ഖാൻ്റെ വല്യമ്മേൻ്റെ കൂട്ടുകാരിയാണ്. അപ്പം അവർ കണ്ട് വർത്താനം പറഞ്ഞ് അവരിങ്ങനെ റോഡിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം അവരെ മോളെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്നതാണ്. അപ്പം നമ്മൾ പെരുന്നാൾ കൂടി വാങ്ങാൻ വേണ്ടി മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങാൻ ഇരിട്ടി വരെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് ഇരിട്ടി ചെന്ന് കാണാം കേട്ടോ. നമ്മളൊന്ന് ടൗൺ വരെ പോകാമെന്ന് ബസ് വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടില്ല, നല്ല വാഴ നട്ട സ്ഥലമായിരുന്നു. കണ്ടത്തിലെല്ലാം മണ്ണ് ഇട്ടിട്ട് എത്തിയിട്ട് ഇതുപോലെ ആയി. വാഴ നടന്ന കണ്ടേനോ, ഇപ്പം കണ്ടില്ല മണ്ണെല്ലാം ഇട്ടിട്ട്. ഇവിടെ ഒരു തോടുണ്ട് ഇതിൻ്റെ ബാക്കിൽ, ബസ് സ്റ്റോപ്പ് വന്നത്. ഇവിടെയാണ് നമ്മൾ ബസ് കയറാൻ വരുന്ന സ്ഥലം. നാസർ ഖാനെ കൂട്ടാൻ വരുമ്പോൾ ഇവിടെയാണ് കാത്തു നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഇരിട്ടിയിലെത്തി മക്കളെ. ഇവിടെ നല്ല തിരക്കായിരുന്നു നമ്മൾ വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ ഇവിടെ തന്നെ എടുക്കൽ നമ്മളിപ്പോൾ. അപ്പോൾ പെൺപിള്ളേർക്ക് ഏറ്റവും മോഡൽ വരുന്നൊരു ഷോപ്പാണ് ഇത്. അപ്പോൾ ഇവിടെ തന്നെയാണ് അധികം എടുക്കൽ. അപ്പോൾ ഓള് ഡ്രസ്സ് നോക്കുന്നുണ്ട്, ഏതാ എടുക്കുന്നതെന്ന് അറിയില്ല.
നീയാ തുണിപ്പടിയിലെല്ലാം ഭയങ്കര തിരക്കാണ്. കാല് കുത്താൻ പറ്റുന്നു, അതുപോലത്തെ തിരക്കാണ്. അപ്പോൾ നമ്മൾ പെരുന്നാൾ കോഴി എടുക്കാൻ പോയതിനും അപ്പോൾ അതെല്ലാം ഉണ്ടാകും കേട്ടോ. അത് നമ്മളെ പള്ളിയാണ് വരുന്നത്, പാറക്കണ്ടം പള്ളി. നമ്മളെ പുര എത്തി മക്കളെ. നമ്മളെ പുര അങ്ങനെ മോളെ വീട്ടിൽ നോമ്പ് തുറക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഞാനും മോളും ഇറങ്ങിയത്. നാസർക്കിയും മോനും നേരത്തെ പോയി. അപ്പം നമ്മളൊരു ഓട്ടോ വിളിച്ച് ഏൽപ്പിച്ചതിനും 5 മിനിറ്റ് കൊണ്ട് എത്താമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഏകദേശം 20 മിനിറ്റായിട്ട് എത്തിയിട്ടില്ല. സമയം ഇങ്ങനെ 6:11 ഇപ്പം കേട്ടോ. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വേറൊരു ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ കിട്ടുന്നുമില്ല. നമ്മൾ ആ ഓട്ടോന് വേണ്ടിയിട്ട് തന്നെ കാത്തിക്കുന്നത്. ഇപ്പോൾ കാക്കണം വന്നാൽ ഒന്ന് വരുത്ത് വിടലുണ്ട്, അറിയില്ല. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് എന്താ പറയുക, വലിയ നോമ്പ് പറയുന്നല്ല, ചെറിയ തന്നെ. അവിടെ ആരുമില്ല, മോളൊറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഓട്ടോ അങ്ങനെ എത്തി. അപ്പോൾ ഓട്ടോനെ കാത്തു നിന്നിട്ട് മടുത്ത് നിന്നിട്ട് പോകണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഓട്ടോ വന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടാകും. അപ്പം നമുക്ക് മോളെ വീട്ടിലെത്തിക്കണം. അപ്പോൾ ഇവിടെയാണ് നാസർക്കാൻ്റെ തറവാട് വരുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് മോളെ വീട്ടിലെത്താം. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ എത്തി. നാസർക്ക ഓട്ടോക്കാരന് പൈസയെല്ലാം കൊടുത്ത് വിട്ട് അച്ഛൻ്റെ വീട്ടിൽ നമ്മൾ നോമ്പ് തുറക്കാൻ വന്നു. ഇതാണ് വാവേൻ്റെ. അങ്ങനെ നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞ് നമ്മൾ മട്ടന്നൂരേക്ക് പോകാൻ വേണ്ടി നിൽക്കലാന്ന്. അപ്പോൾ മറ്റോളം ഒറ്റക്കല്ലേ, അപ്പോൾ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കലാന്ന്. ഇവിടെ മക്കൾ ബാക്കി 2 ആളും ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകാനിറങ്ങുമ്പോൾ മോള് അത്താഴത്തിനേക്കുള്ള കറി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒക്കെ അതും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ മോൾക്ക് കറി ഉണ്ടാക്കി കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടുത്തെ പൊടികളും കാര്യങ്ങളും വെളിച്ചെണ്ണ അങ്ങനത്തെ എല്ലാം സ്റ്റോർ റൂമിലാണുള്ളത്. അപ്പോൾ ഓരോന്ന് അവിടെ പോയിട്ട് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് വേണം ഉണ്ടാക്കേണ്ടത്. അപ്പം പച്ചക്കറിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഫ്രിഡ്ജെല്ലാം അടുക്കളയിൽ തന്നെ, ബാക്കിയുള്ള വർക്ക് ഏരിയയിലാണ് സ്റ്റോർ റൂം വരുന്നത്. അപ്പം നമ്മൾ എപ്പോൾ സ്റ്റോർ റൂമും എന്തെങ്കിലും എടുക്കുമ്പോൾ അടുക്കളയിൽ തന്നെ ആകുന്നത് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ കുറേ അങ്ങോട്ട് നടന്നിട്ട് പോയിട്ട് ഓരോന്നോരോന്ന് എടുത്തിട്ട് വരുമ്പോൾ സമയം പിടിക്കും. അപ്പം നമ്മളെ കയ്യെത്തും ദൂരത്തെല്ലാം ഉണ്ടാകണം അല്ലേ. അപ്പോൾ നാസർക്കാക്ക് എവിടെയെങ്കിലും പോയാൽ പെട്ടെന്ന് ഇറങ്ങണം, അതാണ് നാസർക്ക. പിന്നെ തിരക്ക് കൂട്ടുന്നുണ്ട് പോകാൻ എന്നിട്ട്. ഇപ്പോൾ ഏകദേശം കറിയെല്ലാം ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കലാന്ന്. നാസർക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിലും പെട്ടെന്ന് കഴിച്ചു കഴിയും. നമ്മളാണ് മെല്ലെ മെല്ലെ കഴിക്കൽ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. വാവയാണെങ്കിൽ ഒരു കരച്ചിലും. അപ്പം നമുക്ക് കറി ഉണ്ടാക്കുന്നത് കാണാം. ഷഡിടാണ്ട് വീഡിയോയിൽ കാണട്ടെ. പോയി ഷഡിട്ട് ഇല്ല മോശം പോയി ഷഡിട്ട് വലിയ കുട്ടിയല്ലേ. ആന്നാ ചോപ്പറാ ആ കയ്യിറങ്ങുവേ. അപ്പം നമ്മൾ ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് ഫ്രൈ. ഇത് തക്കാളി ഇത് പകുതി കഷ്ണമല്ലേ ഉള്ളൂ, ഒന്നുകൂടി ഉണ്ടോ. ഇവിടെ വന്നേരം മോക്ക് കൊഞ്ച് ഫ്രൈ ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ തക്കാളി പകുതിയെ മുറിച്ചിട്ടുള്ളൂ. ഒന്നും കൂടി വേണം. തക്കാളി എടുത്തു.
പുതിയതെന്ന് വെച്ചാൽ ഞാൻ പുതിയ അടുക്കളയിൽ നിന്ന് ഒരു ചെമ്മീൻ വരട്ടിയത് ഉണ്ടാക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുത്തു ഒരു സാധനം വേണം, ഒരു സാധനം എടുക്കണമെങ്കിൽ അറ്റത്ത് പോകണം. അതുകൊണ്ട് കഴിക്കണം കേട്ടോ. അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ട് നമുക്ക് ഈ ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും വാട്ടിയെടുക്കാം. അപ്പം പരിചയമില്ലാത്ത അടുക്കളയായതുകൊണ്ട് കുറച്ച് തപ്പണ്ടി സാധനങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിത് മൊത്തത്തിൽ വാട്ടി വെക്കുന്നുണ്ട്. വന്നിട്ട് വീഡിയോ ഓഫ് ആക്കാൻ മുമ്പിൽ വന്നിട്ട് എല്ലാം നോക്കി നമുക്കിതൊന്നും കഴിച്ചില്ല. മോൻ വന്നിട്ട് വന്നിട്ട് കളിയാക്കണം, വീഡിയോ കൊടുത്തിട്ട് ഇതാണ്. അപ്പോൾ മോൻ വീഡിയോ കഴിക്കാൻ വരുന്നില്ല. നമുക്കിത് പെട്ടെന്ന് വഴി കിട്ടാൻ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ പോയി കൊടുത്തിരുന്നു. ഇത് മുളത്ത് പോകാൻ വേണ്ടിയിട്ടാണ്, ഈ കറിയാക്കി വെച്ചിട്ടാണ് മുളത്ത് പോകാൻ. അപ്പം നമ്മൾ ഇതിൽ ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം പെട്ടെന്ന് വൈകുന്നേരം ഇത് നിറച്ച് ഇത് കുഴപ്പമില്ല. അപ്പം നമ്മളെ കറി കുറച്ച് വറ്റാനുണ്ട്. നമ്മൾ പൊടികളെല്ലാം ഇട്ടൊന്ന് ഇളക്കി അടച്ച് വെക്കാം. അപ്പോൾ കുറച്ച് നല്ലോണം വേവണം. നല്ലോണം വറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ നേരം ഉണ്ടാവുമെന്നറിയില്ല. നാസർക്ക് ഭയങ്കര തിരക്ക് കൂട്ടുന്നുണ്ട്. പോകാന്നിട്ട് നാസർക്ക് എവിടെയെങ്കിലും പോയാൽ അങ്ങനെ തന്നെ നിൽക്കില്ല, പെട്ടെന്ന് ഇറങ്ങിക്കോളുക. അപ്പോൾ അധിക സമയമൊന്നും നിൽക്കാൻ വിടില്ല. അപ്പോൾ കറിയൊന്നും ഏകദേശം കുറച്ച് വറ്റി കഴിഞ്ഞാൽ ഉപ്പിൻ്റെയും ഇതിൻ്റെ എല്ലാം അളവ് നോക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് കുറച്ച് കറിവേപ്പിലെല്ലാം ഇട്ട് ഞാൻ ഇളക്കി നോക്കുന്നുണ്ട് പോയിട്ട്. അപ്പോൾ എടുത്ത അടുക്കളയിൽ ആദ്യമായിട്ട് കയറിയിട്ടാണ് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ടാക്കുമ്പോൾ ഒന്നും പെട്ടെന്നായി കിട്ടില്ല. നമ്മൾ ക്ഷമയോടെ ആക്കണം അല്ലേ. അപ്പോൾ നമുക്ക് തിരക്ക് പിടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം സമാധാനത്തിൽ മെല്ലെ മെല്ലെ ചെയ്യാം. അപ്പം നമുക്കിത് കുറച്ച് നല്ലോണം വയന്ന് കഴിയുമ്പോൾ അതിൽ എല്ലാ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാനുണ്ട്. നമുക്കിതിനെ കൊഞ്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള കറിയാണിത്. അപ്പോൾ രാത്രിക്കേക്ക് ചിക്കൻ കറിയും ദോശയാണ്, നീര് ദോശ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓള് ദോശ ചൂടുന്നുണ്ട്. അപ്പം എരിവും ഉപ്പും എല്ലാം പാകത്തിനായിട്ടുണ്ട്. കണ്ടില്ലേ, നാസർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. നാസർക്കാണ് പോകാൻ തിരക്ക് കൂട്ടിയിട്ട് ഇനി നാസർക്കാരനെ ഒന്നും കഴിക്കാനും വിടില്ല. സമാധാനത്തിലൂടെ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ വിടില്ല, പോകാൻ തിരക്കാക്കും.
ഞാൻ ഓരോ തമാശ ഫോണ് വന്നിട്ട് തിരിച്ചു വെച്ച്. അപ്പം ഞാൻ ഇപ്പം ഇടാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. ആദ്യം കുറച്ച് ഇട്ടിനു ഉപ്പ് കാണുന്നു. കുറച്ചുകൂടി വെള്ളം ഊറ്റി കൊടുക്കാം. നമ്മളെ ചെമ്മീൻ ഇതിലിട്ട് കൊടുത്തെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലോണം തിളച്ച് കുറച്ച് വറ്റി വരണം. അന്നേരം നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇങ്ങനെ വിതറിക്ക് കൊടുക്കാം. മല്ലിച്ചപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പം നല്ല ചെമ്മീൻ വരട്ടിയ കറി എന്നിട്ട് റെഡിയാവും. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് കാണിക്കാൻ നേരം ഉണ്ടാവുമെന്നറിയില്ല. നാസർക്ക പോകാൻ തിരക്കാക്കുന്നുണ്ട്. അപ്പം മോളെ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കി. ആദ്യമായിട്ടാണ് ഞാനിവിടെ ഇത്രയും സമയം നിൽക്കുന്നത്. വന്നു പോകും അല്ലാണ്ട് ഇങ്ങനെ നിൽക്കലൊന്നുമില്ല. കറി വെക്കുന്നത് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട്. അപ്പം അതിൻ്റെതായ ഷഡിയും പിന്നെ ബനിയനൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ മോന്. ഫറുമോന് ഷഡിയിൽ ഊരി ചാടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഫറുമോനെ ഞാൻ അങ്ങനെ തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നാസർക്കാട ഞാൻ ദോശയും ചിക്കൻ കറിയാണ് തിന്നുന്നത്. കൊഞ്ചാക്കി കൊടുത്തത് അത്താഴത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നാസർക്ക തിരക്ക് കൂട്ടുന്നുണ്ട്. കഴിച്ചിട്ട് വേഗം പോകണം. നമ്മളെ നീര് ദോശയും ചിക്കൻ കറിയും ഒന്ന് തിന്നോളൂ. വേഗം പോലെ 8 മണിയായി. ചെക്കനെ ഓർമ്മ ചെക്കൻ ഷഡിട്ടല്ലേ. നമ്മളെ ഫറുമോനത്. അപ്പോൾ ഈ ചായ മറിച്ച് ദീദിനോട് വാരി തരാൻ പറ. അപ്പം കഴിച്ച് കഴിഞ്ഞ് നമുക്ക് കഴിയും. അടിപൊളി ദോശയും ചിക്കൻ കറി മോൾ ഉണ്ടാക്കിയതാട്ടോ. കിട്ടാം. അപ്പോൾ അസ്സലാമു അലൈക്കും. പോയിട്ട് വരുന്നേ. കറി നോക്കിക്കാം മോളെ. ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണേ. അപ്പം നമ്മളങ്ങനെ പോക്കായി.